ജ്യോതിർഘോഷ്, വളരെ കാലത്തിന് ശേഷം വീണ്ടും അതെ അതെ നമ്മൾ ഇതുപോലെ ചർച്ചയ്ക്കിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതുപോലെ രാഷ്ട്രീയ സംഭവബഹുലമായൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അന്തരീക്ഷത്തിൽ ഓരോ മുന്നണിയുടെയും സാധ്യതകൾ ജില്ല തിരിച്ച് ചർച്ച ചെയ്ത് വരുന്നതിനിടയിൽ നമ്മൾ സെൻട്രൽ കേരള പൂർത്തിയാക്കി. ഇനി മലബാർ പ്രദേശത്തെ ജില്ലകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഈ വൈകുന്നേരമാകുമ്പോൾ സാധാരണയിൽ അധികം പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം എല്ലാ ജില്ലകളിലും 50% ഉച്ചയോടെ തന്നെ എത്തിയിരിക്കുന്നു. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 60 കടന്നിരിക്കാം. മിക്കവാറും മലപ്പുറം ജില്ലയിലാണ് ഈ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതെന്നാണ് വിവരം. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈ കാണുന്ന ഫിഗറൊക്കെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകും. പൊതുവിൽ കേരളത്തിലെ ട്രെൻഡ് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ആവേശകരമായ ഒരു പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. ഈ ട്രെൻഡിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ഫാക്ടർ, ഒരു ഘടകം വളരെ ശക്തമായിട്ട് എല്ലാ വോട്ടേഴ്സിനെയും നിയന്ത്രിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം. അത് ഭരണവിരുദ്ധ വികാരമായിരിക്കാനാണ് സാധ്യത. കാരണം അനുകൂല ഒരു തരംഗമാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ആവേശത്തോടെ വരുന്നില്ല. ഇത് തെക്ക് മുതൽ വടക്ക് വരെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഒരേ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. അതെ അല്ലേ? ഇതുവരെയുള്ള നമ്മളുടെ പോളിങ്ങിൻ്റെ വെച്ച് നോക്കുമ്പോഴും രാവിലത്തെ വെച്ച് നോക്കുമ്പോഴും എല്ലായിടത്തും ആൾമോസ്റ്റ് ഒരേപോലെയാണ് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഈ പോളിങ്ങിൻ്റെ ശതമാനം കൂടുതൽ കുറച്ച് മലപ്പുറത്ത് കൂടുതലുണ്ടെന്ന് മാത്രമേ, അത് വളരെ നേരിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊതു സ്വഭാവത്തെ നയിക്കുന്ന ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഭരണവിരുദ്ധ വികാരം തന്നെയാകാനാണ് സാധ്യത. പിന്നെ നമ്മൾ കാണുന്നത് ഒരു 2 പോളറൈസേഷൻ നടന്നിട്ടുള്ളതാണ്. ഒരു ന്യൂനപക്ഷ, അതായത് ഒരു മുസ്ലിം പോളറൈസേഷനും ഒരു ഹിന്ദു പോളറൈസേഷനും നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു പക്ഷേ ഇതിനകത്ത് അനുമാനിക്കാം. അത് ഏതൊക്കെ മുന്നണിക്ക് അനുകൂലവും പ്രതികൂലവും? ഇത് ഈ BJPയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഒരു ഊന്നൽ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ് BJP. അതായത് ഒരു ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ ആ ത്രികോണ മത്സരത്തിനകത്ത് UDF വീക്കാവുകയും LDF നേടുകയും ചെയ്യുന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ. അത് അന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയുമാണ്. നമുക്ക് അതിനകത്ത് യുക്തിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPMൻ്റെ അടിയിൽ നിന്ന് ഈ ഈഴവ സമുദായം ഇങ്ങനെ ഒലിച്ചങ്ങോട്ട് BJPയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജി മാറ്റുന്നത്. സ്ട്രാറ്റജി മാറ്റിയിട്ട് ഈ പറഞ്ഞതുപോലെ ഡീൽ ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, പക്ഷേ ആ ഒരു ചർച്ചയിലൂടെ തന്നെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, ഒരു ഡീൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം 2024 സെപ്റ്റംബർ 30 പിണറായി വിജയൻ ഡൽഹിയിൽ ഒരു PR ഏജൻസി വഴി ഹിന്ദുവിനൊരു അഭിമുഖം കൊടുത്തു. അതെ, ആ അഭിമുഖം തുടങ്ങി ഇതുവരെ ഒരേ നറേറ്റീവാണ് BJPയും CPMും കേരളത്തിൽ ഉയർത്തുന്നത്. അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലും നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അത് ബാലൻ പറഞ്ഞിരുന്നു. വളരെ വ്യക്തമായിട്ടാണ് അതിനകത്ത് സംശയമില്ല കാര്യം. അപ്പോൾ ആ ഒരു നറേറ്റീവിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഹീറോ ആയിരുന്നു പിണറായി വിജയൻ. അതെ അതെ. ആ മുസ്ലിം സമുദായത്തിൻ്റെ നല്ല ഭൂരിഭാഗം വോട്ടും LDFൻ്റെ പെട്ടിയിൽ വീണതിനെ തുടർന്നിട്ടാണ് LDF പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ പറ്റിയത് കോൺഗ്രസിനേക്കാളും നല്ലത് CPMും അതിൽ പിണറായി വിജയനാണ്. കറക്റ്റ് എന്നൊരു ശാരീരികമായിട്ട് പോലും തടുക്കാനായിട്ട്. അതെ അതെ. കാരണം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് ശാരീരികമായിട്ട് തടുക്കാൻ പറ്റത്തില്ല.
ആ ഒരു അനുകൂല ഘടകം ആ. വോട്ടിങ്ങിൽ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു. ഇപ്പോഴതില്ല. ഇപ്പോൾ അത് നേരെ തിരിച്ച് യു ഡി യു എഫ് ഡി എഫിലേക്ക് പോയി. യു ഡി എഫിലേക്ക് പോകുന്നത് മാത്രമല്ല, ഇവിടെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഇതുവരെ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഒരു ത്രികോണ മത്സരം സംസ്ഥാന അടിസ്ഥാനത്തിൽ നടക്കുന്നത്. അതെ അതെ. മറ്റേത് നമ്മൾ ഏതെങ്കിലും ഒരു BJP-യുടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിക്കും എന്നൊക്കെ ഉള്ള ഒരു പിന്നെ ഒരു ധാരണ ഒരു ഉണ്ടാവുകയും 2 മണ്ഡലത്തിനപ്പുറത്തേക്ക് അവർക്കും പ്രതീക്ഷയില്ലായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരു മുന്നണിയായിട്ട് വരികയും വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുകയും ചെയ്തു. അതെ അതെ. അപ്പോൾ അവരുടെ ടാർഗറ്റ് ഇപ്രാവശ്യം ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ രാവിലെ വോട്ട് ചെയ്തിട്ട് പറഞ്ഞു, വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. അതുകൊണ്ട് BJP ഒരു നിർണായക ഹങ് അസംബ്ലി BJP നിർണായകമാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ അതെ. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ പ്രസിഡന്റുമാരും പറയും ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ്. കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം. അപ്പോൾ ആ യാഥാർത്ഥ്യബോധം പറയുമ്പോഴത്തെ ക്രെഡിബിലിറ്റി വന്നു. അപ്പം അവർ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങൾ അവർ A ക്ലാസ് മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, B ക്ലാസ് മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ നിന്ന് കുറച്ച് സീറ്റ് നേടുക, ഒരു നിർണായക ശക്തിയായി ഒരു ഹങ് അസംബ്ലി വരികയാണെങ്കിൽ മാറുക എന്നുള്ളതാണ് പിന്നെ BJP-യുടെ ലക്ഷ്യം എന്നുള്ളത് അണികളിലേക്കും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. പിന്നെ പൊതുവിൽ ഈ പറഞ്ഞതുപോലുള്ള ഇപ്പോൾ ഒരു കേരളത്തിലെ ഈ മുസ്ലിം ന്യൂനപക്ഷം അവർ വളരെയധികം സ്വാധീനവും സാന്നിധ്യവും അവർ പ്രകടിപ്പിക്കുന്ന ഒരു പൊതു തോന്നലും വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഈ ഒരു അത് ഹിന്ദി ഏകീകരണത്തിന് വഴിയൊരുക്കുന്നു, ഭൂരിപക്ഷ ഏകീകരണത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് UDF ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ വ്യക്തമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു വരും. അല്ല, ഹിന്ദു ഏകീകരണത്തിന് വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയായി മാറുന്നത് പിണറായി വിജയൻ അല്ലേ? അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ BJP അവർ പറഞ്ഞ പോലെ ചില മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ പിണറായി വിജയനെ സഹായിപ്പിച്ചിരിക്കാം. പക്ഷേ ഈ ഒരു പോളറൈസേഷൻ വന്നതോടുകൂടി രണ്ട് ഭാഗത്തും ഉണർവുണ്ടായിട്ടുണ്ട്. ആ ഉണർവുണ്ടായിട്ട് BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP-യുടെ വോട്ട് പെർസെൻറ്റേജ് മിക്കവാറും കൂടാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉദ്ദേശിച്ചത്, പണ്ട് ഈ മുസ്ലിം ജനവിഭാഗത്തിന് ന്യൂനപക്ഷത്തിൻ്റെയും കൂടെ വോട്ട് LDF-ൻ്റെ പെട്ടിയിൽ വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞതുപോലെ BJP വളർന്നു കഴിഞ്ഞാൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് ഗുണമുണ്ടാവുക. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് മാറി. അപ്പോൾ ഈ നമ്മുടെ വടക്കൻ കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കിയാൽ വടക്കൻ കേരളത്തിൽ മൊത്തത്തിൽ UDF-ന് അനുകൂലമാണ് മലപ്പുറം ജില്ല. അതെ, തീർച്ചയായിട്ടും. മിക്കവാറും 100% സീറ്റും അവർ UDF-ന് പോകാനാണ് സാധ്യത. പിന്നെ കോഴിക്കോടും ഭൂരിപക്ഷ സീറ്റുകളിലും UDF അനുകൂലമാണ്. പാലക്കാട് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ അതിശക്തമായ ഒരു ത്രികോണ മത്സരം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ത്രികോണമെന്നൊന്നും പറഞ്ഞുകൂടാ. അവിടുത്തെ CPM ഒരു സ്വതന്ത്ര അത് വളരെ വ്യക്തമാണ്. കാരണം അതെ പാലക്കാട് മണ്ഡലത്തിലേക്ക് അവർക്ക് ഊർജ്ജം ചിലവാക്കാനില്ല എന്ന് അവർ ഭംഗ്യതരണം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ മത്സരം കോൺഗ്രസും BJP-യും തമ്മിലാണ്. പിന്നെ മന്ത്രി രാജേഷ് മത്സരിക്കുന്ന സ്ഥലം ബൽറാം ആണ് അദ്ദേഹത്തെ തൃത്താലയിൽ കഴിഞ്ഞ പ്രാദേശിക ബോഡിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അവിടെ UDF-നായിരുന്നു മുൻതൂക്കം. മാത്രമല്ല എനിക്ക് വളരെ 6,000-നും 7,000-നും താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം രാജേഷ് ജയിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ഒരു തൃത്താല മണ്ഡലത്തിലും കാര്യമായിട്ട് മുസ്ലിം സമുദായം ഉള്ള ഒരു മണ്ഡലമാണ്. അത് UDF-ന് അനുകൂലമാവുകയാണെങ്കിൽ രാജേഷ് തോൽക്കും എന്നാണ് അതിൻ്റെ സൂചന വരുന്നത്. മാത്രമല്ല ഇതിനകത്ത് നമ്മളിപ്പം പിന്നെ ഒട്ടേറെ മണ്ഡലങ്ങൾ, ശേഷം തെക്കൻ കേരള ആലപ്പുഴയാണെങ്കിലും വടക്കൻ കേരളത്തിലാണെങ്കിലും ഒരുപാട് മണ്ഡലങ്ങളിൽ 4,000, 5,000 ആ വോട്ടുകളുടെ 6,000 വോട്ടുകളുടെ ഡിഫറൻസ് ഉള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളെല്ലാം ഇപ്പം നിർണായകമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റപ്പാലമുണ്ട്, വളരെ ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്ന, അതും ത്രികോണ മത്സരമാണ്. മേജർ രവി മത്സരിക്കുന്ന മണ്ഡലം. അപ്പം കഴിഞ്ഞ ദിവസം വളരെ വിവാദപരമായ പ്രസ്താവനയൊക്കെ വരികയും രവി വേറൊരു സ്ഥാനാർത്ഥിയും പറയാത്ത തരത്തിലൊരു വാഗ്ദാനം ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. MLA ആയാൽ ഞാൻ ശമ്പളം വാങ്ങില്ല, ആ പൈസ ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം വോട്ടേഴ്സിനെ സ്വാധീനിക്കുമെന്ന് അറിയില്ല. പക്ഷേ
അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കോഴ്സ് എങ്ങനെയാണ്? അല്ല, അവിടെ എനിക്ക് തോന്നുന്നത് പിന്നെ ഒറ്റപ്പാലത്ത് രവി, മേജർ രവി കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കുന്നുള്ളല്ലാതെ അവിടെ പി കെ ശശിയാണ് ശശിയാണ് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മത്സരിക്കുന്നത്, പഴയ മുൻ CPM നേതാവ്. അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ ഒറ്റപ്പാലത്ത് മിക്കവാറും CPM തന്നെ ജയിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാര്യം. ഈ പിന്നെ പി കെ ശശി CPMൻ്റെ കുറേ വോട്ടെങ്കിലും പിടിച്ചു മാറ്റില്ലേ? ചിലപ്പോൾ കുറച്ച് മാറ്റാം. പക്ഷേ പി കെ ശശി ഒരു ആവേശം ഉണർത്തുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല അവിടെ. കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാർ കുറേ ആളുകൾ എതിരായി ഇദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റ് ആ കുറച്ച് വോട്ടുകൾ ഒരു പക്ഷേങ്കിലും രവിക്ക് പോയെന്നിരിക്കും. അപ്പോൾ അവിടെ ഈ രവി നല്ലൊരു മത്സരം വയ്ക്കുന്നുണ്ട്. പക്ഷേ പി കെ ശശി പറഞ്ഞതുപോലെ ഒരു വലിയൊരു ഉദാഹരണത്തിന് സുധാകരൻ പോയതുപോലെയോ അല്ലെങ്കിൽ TK ഗോവിന്ദൻ പോയതുപോലെയോ ഉള്ള ഒരു ആവേശം പി കെ ശശിക്ക് കിട്ടത്തില്ല. പി കെ ശശി നേരത്തെ തന്നെ ഒരു വിവാദത്തിലാണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്നെ രാഹുൽ മാങ്കോട്ടത്തിനുള്ള അയോഗ്യത? അതെ അതെ അതെ, അത് കോൺഗ്രസ്സുകാരുടെ ഉള്ളിൽ നിന്നുള്ള ചോദ്യമാണ്. അതെ അതെ. അപ്പോൾ ഈ ഒരു ആവേശം വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുന്ന കാൻഡിഡേറ്റ്സിന് ഒരു സാധ്യതയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ അമ്പലപ്പുഴ നമുക്ക് ഉറപ്പിച്ച് പറയാം സുധാകരനോടെ ജയിക്കുന്നു, ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഇല്ലേ? പക്ഷെ അതേപോലെ നമുക്ക് പി കെ ശശിയുടെ കാര്യം പറയാൻ പറ്റത്തില്ല. പിന്നെ മലമ്പുഴ VS അച്യുതാനന്ദൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അവിടെ പിന്നെ BJP അതിശക്തമായ ഒരു മത്സരം നടത്തുന്നു. തീർച്ചയായും പാലക്കാട് കഴിഞ്ഞാൽ BJPക്ക് പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് മലമ്പുഴ മണ്ഡലം. അവിടുത്തെ മത്സരം ശ്രദ്ധിച്ചിരുന്നു? അവിടെ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ VSന്റെ സുരേഷാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അവിടെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ BJPക്ക് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന തലത്തിൽ അധികം ശ്രദ്ധ കിട്ടാതെ പോയൊരു മണ്ഡലമാണ്. ഈ വിശകലനത്തിന്റെ ഇടയ്ക്ക് കിട്ടാതെ പോയ ഒരു സ്ഥലമാണ്. മാധ്യമ ശ്രദ്ധ വളരെ കുറവായിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ട്രെൻഡ് കാണുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവിടെയും ചിലപ്പോൾ BJP ഒരു സാധ്യത വെച്ച് ഒരു വിസ്മയം ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള സാധ്യത. അല്ല, കേരളത്തിലെ മൊത്തത്തിൽ 33 മണ്ഡലങ്ങളിൽ BJP നല്ല മത്സരം നടത്തുന്നു. തീർച്ചയായിട്ടും അത് പിന്നെ വിന്നിങ് ലെവലിലേക്ക് എത്തിയാൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ അടുത്ത ഭരണം ആര് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വേണമെങ്കിലും വരാം, NDA എത്തും. പക്ഷേ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു പോളറൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു ആവേശം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനങ്ങൾ ഡിറ്റർമൈൻഡായിട്ട് ഒന്ന് ക്യൂവിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അതെ അതെ, ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഒരു പ്രേരണയുമില്ലാതെ ജനങ്ങൾ സ്വമേധയ രംഗത്തേക്ക് ഇറങ്ങി വന്ന് ഒരു വലിയ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു തോന്നലിൽ ഒന്ന് നിൽക്കുന്നുള്ള ബോഡി ലാംഗ്വേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം വികസിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പാണ്. അതെ അല്ലേ? മറ്റുള്ള മാധ്യമങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ പെനിട്രേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ശരിക്കും അജണ്ട തീരുമാനിക്കുന്നത്, വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത്. അതെ അതെ, കാര്യം വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. നമ്മുടെ ട്രഡീഷണൽ മീഡിയ, പ്രിന്റ് മീഡിയ ഇറലവൻ്റ് ആയ ഒരു കാലവും. അതെ അതെ അതെ, ആരും അത് നിവർത്തി നോക്കി ആശയങ്ങൾ രൂപീകരിക്കുന്നത് എങ്ങും കാണാനില്ല. ഇന്ന പത്രം ഇങ്ങനെ പറഞ്ഞതുപോലെ എന്ന് എവിടെങ്കിലും ഒന്ന് കോട്ട് ചെയ്യുന്നത് പോലും വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ വല്ല എക്സ്ക്ലൂസീവ്സ് ഒക്കെ അടിച്ചെങ്കിൽ മാത്രമേ വല്ലപ്പോഴും ഒന്നാം പേജിൽ വരുന്ന ചില സംഗതികളൊക്കെ. എനിക്ക് തോന്നുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കിന് ഈ പ്രിന്റ് മീഡിയ ഇല്ലാതെയാകുന്നു. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പം തന്നെ പ്രസക്തി ഇല്ലാണ്ടായി. അതെ അതെ, പ്രിന്റ് മീഡിയ അതിൻ്റെ ഒരു റോളിലേക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രിന്റ് മീഡിയയുടെ പ്രശ്നം. അതെ അതെ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു എനിക്ക് തോന്നുന്നു അതുമൊക്കെ ഒരു കാരണമായിട്ടുണ്ടാവും. ഈ ഒരു ആവേശം കാണുന്നതിൽ ഈ ജനങ്ങൾ കുറേ എന്ത് തന്നെയാണെങ്കിലും ഈ റീലുകളായിട്ടും അല്ലാതെയും എഴുത്തും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും മനുഷ്യനിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ. അതെ അതെ, അതിനകത്ത് തമാശകളുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് താല്പര്യം ഇല്ലാത്തവരെ പോലും ഡ്രാഗ് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ രേവന്ത് റെഡ്ഡിയും പിണറായി വിജയനും തമ്മിലുള്ള സംഭാഷണം. അപ്പൊ രാഷ്ട്രീയത്തിൽ താല്പര്യം ഇല്ലാത്തവരെ പോലും ഈ പരിപ്പ് എന്താന്ന് അന്വേഷിക്കുന്നവർ പരിപ്പെടുക്കുന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഭാഷയാണ്. അതെ അതെ, അത് ഒരു ദീർഘകാലം മാധ്യമ വൃത്തി ചെയ്ത ഒരാളിൽ നിന്ന് ഇതുപോലെ അസഭ്യം നിറഞ്ഞ ഒരു പ്രയോഗം വരാൻ പാടില്ലാത്ത കാര്യം. അതെ അതെ,
അതുപോട്ടെ. അപ്പോൾ മലബാറാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. മലപ്പുറം, പാലക്കാട് ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഇനി ഇന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് ബേപ്പൂർ സീറ്റ് വളരെ ശ്രദ്ധേയമായ മത്സരമുണ്ട്. അവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മത്സരിക്കുന്നു, അൻവറുണ്ട്. അപ്പം കോഴിക്കോടിൻ്റെ പൊതുസ്ഥിതിയെ പറ്റി നമുക്ക് എങ്ങനെ കാണാം? കോഴിക്കോട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് കാണുന്നത്. അവിടെയും ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് സൗത്ത് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, കോഴിക്കോട് സൗത്തിൽ അവിടെ പിന്നെ വളരെ 23,000 ഇഷ്ട വോട്ട് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയുള്ളൂ. പക്ഷേ എങ്കിലും അതൊരു ത്രികോണ മത്സരത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം റിനീഷ് എന്ന് പറയുന്നൊരു കാൻഡിഡേറ്റ് അവിടെ ഇപ്പോൾ അദ്ദേഹം മറ്റേ ബീന ഫിലിപ്പിനെ തോൽപ്പിച്ച കാൻഡിഡേറ്റാണ്, മേയർ അല്ല ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ UDF ഇപ്പം തന്നെ വലിയൊരു എഡ്ജുണ്ട് അവിടെ. നേരത്തെ അവിടെ നിലവിലുള്ള MLA എന്ന് പറഞ്ഞാൽ മറ്റേ ദേവർകോവിലാണ്. അപ്പം അദ്ദേഹത്തിന് രണ്ടായാലും ജയിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. IUMLന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയസാധ്യത അവിടെ കാണുന്നത്. പക്ഷെ അവിടെയും BJP വലിയ നേട്ടം ഉണ്ടാക്കും. നോർത്തിലും രമ്യ ഹരിദാസ്, പിന്നെ വടകര KK രമ. കോഴിക്കോട് ഞാൻ കാണുന്നത്, കോഴിക്കോട് പിന്നെ ഹൈറേഞ്ച് ഏരിയ കിഴക്കൻ ഭാഗം അത് UDFന് അനുകൂലമാണ് സ്ട്രോങ് ആയിട്ട്. പക്ഷേ LDFനും BJPക്കും എന്തെങ്കിലും ഗുണം കിട്ടേണ്ടത് ഈ തീരപ്രദേശങ്ങളിൽ നിന്നാണ്. പക്ഷെ അതിൽ എലത്തൂർ എങ്ങനെ വരും എന്ന് അറിഞ്ഞൂടാ. ശശീന്ദ്രൻ മന്ത്രി. പക്ഷേ എലത്തൂർ എനിക്ക് തോന്നുന്നു LDFന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. പിന്നെ ബാലുശ്ശേരി, പിന്നെ ഈ നോർത്തും സൗത്തും, കോഴിക്കോട് നോർത്ത് ആൻഡ് സൗത്ത്, വടകര ഇങ്ങനെയാണ്, കൊയിലാണ്ടി. അപ്പം അവിടെ പിന്നെ രാഷ്ട്രീയ ട്രെൻഡ് നമുക്ക് ആർക്കും പറയാവുന്ന തരത്തിൽ നാദാപുരം ഒരു പക്ഷേങ്കിൽ ഇപ്രാവശ്യം ചരിത്രം തിരുത്തി കുറിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അവിടെ മറ്റേ അഭിജിത്ത്, കേസുവിൻ്റെ അഭിജിത്തും P. വസന്തം നേരത്തെയുള്ള MLA ആണ്, CPMൻ്റെ, അവർ തമ്മിലാണ് മത്സരം. അപ്പോൾ നാദാപുരത്ത് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 50 വർഷത്തിലേറെയായിട്ട് LDF ജയിക്കുന്നൊരു മണ്ഡലമാണ്. ആ നാദാപുരത്തും ചിലപ്പോൾ UDF കയറി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെയും ഈ പറഞ്ഞ ഇക്വേഷൻ പ്രവർത്തിക്കാൻ സാധ്യതയാണ്. വയനാട്ടിൽ പ്രത്യേകിച്ചും മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത് പിന്നെ കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ ഒരാളിൻ്റെ ആത്മഹത്യ, അതിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പോലും കോൺഗ്രസ്സുകാർ സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നായിരുന്നു. എങ്കിലും അത് കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ടുള്ളത്. നമ്മൾ അതുവഴി ഇങ്ങനെ തലശ്ശേരിയിലെത്തിയാൽ, തലശ്ശേരിയിൽ സ്പീക്കറുടെ മണ്ഡലമായിരുന്നു. സ്പീക്കർ മത്സരിക്കാതെ ഇപ്പോൾ കാരായി രാജനെയാണ് LDF ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെ CPMനെ തലശ്ശേരി തോൽപ്പിക്കാൻ ഏതായാലും ഈ നൂറ്റാണ്ടിലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെ കാരായി രാജൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്ത് പിന്നെ ധർമ്മടത്തേക്ക് പോയാൽ അവിടെയാണ് കാരണഭൂതൻ്റെ മണ്ഡലം. അവിടെയും വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ എനിക്ക് തോന്നുന്നില്ല, വലിയ മാറ്റങ്ങൾ മറിച്ചിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മേളിൽ വരുമ്പോൾ കൂത്തുപറമ്പുണ്ട്. കൂത്തുപറമ്പിലും വിധി മറിച്ചാകാൻ സാധ്യതയില്ല. പിന്നെ മട്ടന്നൂർ ശൈലജ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ പേരാവൂരാണ് ഇപ്പം മാറി KK ശൈലജ അവിടെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ പേരാവൂര് ഒരു പക്ഷേങ്കിൽ ശൈലജ ടീച്ചർ അവിടെ ചെറിയൊരു വിസ്മയം ഉണ്ടാക്കിക്കൂടായില്ല. അതെന്താണ് അതിൻ്റെ യുക്തി? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ശൈലജ ടീച്ചറെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് 58% അവിടെ ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണ്. അല്ല, അത് കുടിയേറ്റ മേഖലയാണ്. 36% അവിടെ ക്രിസ്ത്യൻസ് ഉള്ളൂ. അത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ സീറ്റാണ്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ സക്കീർ ഹുസൈനുമായിട്ട് വളരെ 4000-3000 ഇഷ്ട വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. KK ശൈലജ തോക്കുകയും ജയിക്കുകയും ചെയ്ത അവിടെ. അപ്പോൾ അതുകൊണ്ട് ശൈലജ ടീച്ചർ അവിടെ ഇടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് CPM. അപ്പോൾ അവിടുത്തെ
വിസ്മയം പ്രതീക്ഷിക്കുന്നു. അവിടെ ഞാനൊരു ചെറിയ വിസ്മയം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഈ പിന്നെ ഈ പോളറൈസേഷൻ്റെ ഒരു ചെറിയൊരു സംഗതി സുധാകരൻ ഫാക്ടർ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് അത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ തളിപ്പറമ്പ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? തളിപ്പറമ്പാണ് കൗതുകകരമായ മത്സരം നടന്നൊരു സ്ഥലം. CPM-ന്റെ റബൽ TK ഗോവിന്ദൻ അവിടെ ശ്യാമളയ്ക്കെതിരെ, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും ഗോവിന്ദൻ്റെ ഭാര്യ വിവാദ നായികയാണ്. പഴയ ആന്തൂർ സാജൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയാണ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് എതിരെയുള്ള ഒരു പൊതുവികാരമുണ്ട്. അപ്പോഴാണ് അവിടെ ഗോവിന്ദൻ CPM-ന്റെ റബലായിട്ട് കോൺഗ്രസ് UDF സപ്പോർട്ടോടെ മത്സരിക്കുന്നത്. അവിടുത്തെ പക്ഷേ പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ സപ്പോർട്ട് ബേസ് വെച്ച് നോക്കിയാൽ അവിടെ ഒരു CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക വളരെ വലിയ പ്രയാസമാണ്. പക്ഷേ CMB-യുടെ കാലത്ത് CPM അവിടെ തോറ്റിട്ടുണ്ട്. അത് MV രാഘവൻ്റെ. പക്ഷേ എനിക്ക് തോന്നിയിരുന്നത് അവിടെ ഒരു നല്ല കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ TK ഗോവിന്ദനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സാധ്യത ഏറുമായിരുന്നു. കാരണം ഈ അസ്വസ്ഥരായിട്ടുള്ള CPM-കാരുടെ വോട്ട് ആ സ്ഥലത്തൊക്കെ പാർട്ടി വോട്ട് ഒന്നുപോലും ചോരതെന്നുള്ള പിണറായി വിജയൻ്റെ കർശന നിർദ്ദേശം. അവിടെ അതിന് വ്യത്യാസം വന്നാൽ ഈച്ചനങ്ങിയാൽ അവൻ്റെ കച്ചവടം ഒതുങ്ങുന്നത്. അതെ തീർച്ചയായിട്ടും. അതുപോലെ പയ്യന്നൂർ വി കുഞ്ഞീഷൻ്റെ സ്വാധീനം, അത് ഉയർത്തിയിരിക്കുന്ന വിവാദം, പാർട്ടിക്കെതിരായിട്ടുള്ള ജനവികാരം, ഇതെങ്ങനെ അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കത് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിയൊഴുക്ക് നമുക്കറിയാൻ പറ്റത്തില്ല. അടിയൊഴുക്കുകൾ ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. മാത്രമല്ല അത് മലബാറിൽ പൊതുവെ ഈ ഒരു അടിയൊഴുക്ക് പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കണ്ണൂർ ടൗൺ മണ്ഡലം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനാണ് അവിടെ LDF സ്ഥാനാർത്ഥി. TO മോഹനൻ അവിടെ K സുധാകരൻ മത്സരിക്കാൻ അഭിലഷിച്ച മണ്ഡലം. താനല്ലെങ്കിൽ താൻ പറയുന്ന ഒരാളെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് പാർട്ടി കേൾക്കാതെ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അധികാരവും എല്ലാം ഉപയോഗിച്ച് എക്കാലത്തെയും സുധാകരൻ ബൈറ്റർ ആയിട്ടുള്ള TO മോഹനെ അവിടെ ഫീൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് തോന്നുന്നു? അവിടെ മിക്കവാറും കടന്നപ്പള്ളിയിലിപ്പോൾ കടന്നുകൂടിയത് കടന്നപ്പള്ളി ജയിക്കാനാണ് സാധ്യത ഇന്നത്തെ സാഹചര്യം. അതെ, കാര്യം എന്ന് വെച്ചാൽ സുധാകരൻ്റെ ലാംഗ്വേജ് എപ്പോഴും നാവിനേക്കാൾ കൂടുതൽ ശരീരമായിരുന്നു പറയുന്നത് അല്ലേ? ആ ഒരു അഗ്രഷൻ ഉണ്ടല്ലോ, ഞാൻ കണ്ണൂക്കാരൻ എന്നുള്ള ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹം എല്ലാത്തിനെയും CPM-ൻ്റെ അടുത്ത് അട്ടിച്ചതാണ് വളർന്നതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമാണ്. ഈ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം സുധാകരൻ ഒരു ശാന്തനായ, എന്നാൽ എല്ലാത്തിലും ഉണ്ട്, പക്ഷേ ഒരു നിർവികാരതയോടു കൂടിയാണ്. അത് ആ മെസ്സേജ് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം സുധാകരനോട് താല്പര്യമുള്ള, അല്ലെങ്കിൽ സുധാകരൻ TO മോഹനൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത അച്ചി വിവാഹത്തിന് സംബന്ധിച്ചതുപോലെയാണ് ഇപ്പം അത്രേ. അപ്പോൾ അതുകൊണ്ട് അവിടെ കടന്നപ്പള്ളിക്ക് പറഞ്ഞ നെഗറ്റീവ് വോട്ടില്ല. ഇല്ല. പക്ഷേ അവിടെ ഈ കണ്ണൂർ സിറ്റി മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു ട്രഡീഷണൽ തീയ സ്ട്രോങ് വോട്ടാണ്. അപ്പോൾ അവിടെ ഈ മലബാറിലൊന്നും കമ്മ്യൂണലിസം ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അപ്പോൾ ഇപ്പോൾ തീയ സത്വം വല്ലാണ്ട് കത്തി നീക്കിയാണ് അവിടെ. പൊതുവെ കോൺഗ്രസ്സുകാർ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും പിന്നോക്ക സമുദായങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന പൊതുവികാരം കേരളം ഒട്ടുക്ക് നിൽക്കി. കണ്ണൂരിലെ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ട് വന്നിരുന്ന സീറ്റിൽ അവർക്ക് മത്സരിക്കാൻ അവസരമില്ല, പല സീറ്റുകളിലുമില്ല. അതാണ് പൊതുവിൽ സുധാകരൻ ഉയർത്തുന്ന ഒരു ഇഷ്യൂ. അത് കാസർഗോഡും ബാധിക്കാം. അപ്പോൾ ആ നിലയ്ക്ക് അത് BJPക്ക് കുറച്ച് അനുകൂലമായി തീരേണ്ടതല്ലേ? BJPക്ക് അനുകൂലവും ചില സ്ഥലങ്ങളിൽ അത് LDFന് അനുകൂലവും. ഉദാഹരണത്തിന് കണ്ണൂർ മണ്ഡലത്തിൽ കടന്നപ്പള്ളിക്ക് അനുകൂലമായി തന്നെ. കടന്നപ്പള്ളി ഇപ്പോൾ ആ സമുദായത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് വോട്ട് പുള്ളിക്ക് വന്നു. കാരണം കടന്നപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നെഗറ്റീവ് വോട്ടില്ല. അതെ. മറിച്ച് സിമ്പതി വോട്ടും ഉണ്ട്. പാർട്ടി വോട്ടിനേക്കാൾ ഉപരി ഒരു സിമ്പതി വോട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ കടന്നപ്പള്ളിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, കടന്നപ്പള്ളിയെ ആർക്കും എതിർക്കാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. പിന്നെ നമ്മൾ കാസർഗോട്ടേക്ക് പോയി കഴിഞ്ഞാൽ
ഉം. ഈ പറഞ്ഞതുപോലെ അഴീക്കോട് സീറ്റിൽ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യമില്ല. അവിടുത്തെ വിധി അവിടുന്ന് ഷാജി ഓടിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു, യു ഡി എഫിന് കിട്ടാവുന്ന സീറ്റാണ്. സീറ്റായിരുന്നു സാധനം. കാസർഗോഡ് ചെല്ലുമ്പോൾ കാസർഗോഡും ഈ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പിന്നെ ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ഇപ്രാവശ്യം ജയിക്കാം എന്നുള്ളൊരു സാഹചര്യങ്ങളാണ്. സുരേന്ദ്രൻ ജയിക്കുമെന്ന് വരുമ്പോൾ സി പി എമ്മും യു ഡി എഫും യോജിക്കുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ, പക്ഷേ ഇപ്രാവശ്യം അത് സംഭവിക്കില്ലെന്നാണ് കേൾക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് കാസർഗോഡും പിന്നെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്, നല്ല കാൻഡിഡേറ്റുമാണ് നിൽക്കുന്നത്. അപ്പം ആ 2 സീറ്റിലും മഞ്ചേശ്വരം ജയിക്കാം, കാസർഗോഡ് സാധ്യതയാണ്. പിന്നെ മാത്രമല്ല വേറൊരു വലിയൊരു പ്രശ്നം ഇപ്പോൾ അവിടെ യു ഡി എഫ് നേരിടുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശ്ചിമേഷ്യൻ യുദ്ധമാണ്. അതെ. ആ പശ്ചിമേഷ്യൻ യുദ്ധം അല്ലെങ്കിൽ ഈ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ഈ ഗൾഫിൽ നിന്ന് ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നൊരു വലിയൊരു സമൂഹം. അവരിപ്പോൾ വരുന്നില്ല. അത് പലയിടത്തും അവരൊന്നും പറഞ്ഞു തരുന്നൊരു വിഷയം. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിപ്പോൾ നടക്കാത്തതും യു ഡി എഫിന് ദോഷം ചെയ്യും. അത് മലപ്പുറത്തൊന്നും അത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കാസർഗോഡും മഞ്ചേശ്വരത്തും വന്നില്ലെങ്കിൽ എഞ്ചി നിൽക്കുന്ന ഏരിയയാണ്. അങ്ങനെ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം ഏതെങ്കിലും സ്ഥലത്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് കാസർഗോഡ് ജില്ലയിലായിരിക്കും.